ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് 4 വയസ്സായ ഒരു ബേബിക്ക് ശരാര സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പും ബോട്ടവും കാണിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാ 4 വയസ്സായ ബേബികൾക്കും ഒരേ മെഷർമെൻ്റ് ആവില്ല. നമുക്ക് നമ്മളെ ബേബിക്ക് അനുസരിച്ചിട്ട് മെഷർമെൻറ്റിൽ ചേഞ്ചസ് വരുത്തേണ്ടതാണ്. ടോപ്പിനും പാൻറ്റിനും കൂടി 1.5 മീറ്റർ മെറ്റീരിയലാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ വീതി വരുന്നത് 40-41 ഇഞ്ചാണ്. ഇതൊരു സ്ട്രൈപ്സ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീതിക്കാണ് ഇതിനെ 4 മടക്കിയിട്ടിട്ടുള്ളത്. മെറ്റീരിയൽ ഇതുപോലെ 4 മടക്കിയിട്ടിട്ട് നമുക്ക് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെഷർമെൻറ്റുകൾ നോക്കാം. അരവണ്ണം വരുന്നത് 22 ഇഞ്ചാണ്. ഫുൾ ലെങ്ത്ത് വരുന്നതും 22 ഇഞ്ച് തന്നെയാണ്. പാൻറ് നമ്മൾ ഇതുപോലെ 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അരവണ്ണം വരുന്നത് 22 ഇഞ്ച്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.5 കൂടെ 2 ഇഞ്ച് ലൂസ്, അപ്പോൾ ടോട്ടൽ 7.5. കൂടെ സീറ്റിൻ്റെ ഭാഗം ഷേപ്പ് ചെയ്യാൻ 1.5 ഇഞ്ച് എടുക്കണം. ടോട്ടൽ 9 ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു മടക്കിൽ 9 ഇഞ്ച്. ഇനി മേൽഭാഗത്ത് നമ്മൾ എടുക്കേണ്ടത് 7.5. ഇനി അവിടെ നിന്നും താഴേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം. ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ച്. ആദ്യത്തെ പാർട്ടിൽ 11 ഇഞ്ചും താഴത്തെ പാർട്ടിൽ 11 ഇഞ്ചും. അതിൻ്റെ കൂടെ 2 പാർട്ടിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് പാർട്ടിൽ 11 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് ഇലാസ്റ്റിക്കിനും കൊടുക്കണം. പിന്നെ ഒരു 1/2 ഇഞ്ച് സെക്കൻഡ് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച്. അങ്ങനെ ടോട്ടൽ 13 ഇഞ്ചാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക്കിൻ്റെ അവിടുന്ന് താഴേക്ക് 8.5 ഇഞ്ച് നമുക്ക് ക്രോച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് അരവണ്ണം കിട്ടിയിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ 1.5 ഇഞ്ച് ആഡ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ 8.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി 8.5യിൽ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 1.5 ഇഞ്ചാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. 1.5 ഇഞ്ച് സീറ്റിൻ്റെ ആ ഭാഗം ഷേപ്പ് ചെയ്യാൻ വേണമെന്ന്. അത് നമുക്ക് മാർക്ക് ചെയ്ത് ഒന്ന് കർവ് വരച്ചു കൊടുക്കാം. ശേഷം താഴേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള 2 പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തെ വീതി നോക്കാം. ഇതനുസരിച്ചിട്ട് വേണം സെക്കൻഡ് പാർട്ടിൻ്റെ വീതി എടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 18.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 37 ഇഞ്ച് വീതിയാണ് നമുക്ക് താഴത്തെ പാർട്ടിന് വേണ്ടത്. ഇനി താഴത്തെ ഭാഗത്തെ ലെങ്ത്ത് വരുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 12 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ താഴത്തെ ഭാഗത്തെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 12 ഇഞ്ചും വിഡ്ത്ത് വേണ്ടത് 37 ഇഞ്ചുമാണ്. ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. 41 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള 2 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം, 2 കാലിന് വേണ്ടിയിട്ട്. ഇനി 2 പീസിലും നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. അതിനുശേഷം 2 പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഓൾറെഡി ഉള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗം ഇതുപോലെ ചേർത്ത് വെക്കാം. അതിനുശേഷം സൈഡിൽ നമുക്ക് ക്രോച്ച് ഏരിയ വരെ 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. 2 സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്.
ഇനി നമ്മൾ കൊടുത്ത സൈഡിലെ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം മേൽഭാഗത്ത് ആദ്യം 1/2 ഇഞ്ചിലും പിന്നീട് 1 ഇഞ്ചിലും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ടുള്ള 2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. അരവണ്ണം വരുന്നത് 22 ഇഞ്ചാണ്. അതിൽ നിന്ന് 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. ചില ഇലാസ്റ്റിക് ഭയങ്കര ടൈറ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ 3-4 ഇഞ്ച് മൈനസ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചുരുക്കുകൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് ക്രോച്ച് ഏരിയ വരെ 2 കാലും നമുക്ക് 1/2 ഇഞ്ചിൽ 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ മെഷർമെൻറ്റുകൾ നോക്കാം. തുണി ഞാനിവിടെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. വീതി വരുന്നത് 9 ഇഞ്ചാണ്. ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 23 ഇഞ്ചാണ്. പക്ഷേ 23 വേണ്ട, 21 ഇഞ്ച് എടുത്താൽ മതി. തയ്യൽ തുമ്പടക്കം 21 ഇഞ്ച് മതി. ഷോൾഡർ വന്നിട്ട് 4.5 ഇഞ്ചാണ്. ആം ഹോള് 5 ഇഞ്ച്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 24 അപ്പോൾ അതിനെ 4 ഭാഗമാക്കുമ്പോൾ 6 ഇഞ്ചാണ് ചെസ്റ്റ് സൈസ്. കൂടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി വേസ്റ്റ് ലൈൻ വരുന്നത് 10 ഇഞ്ചും ഹിപ്പ് ലൈൻ വരുന്നത് 14.5 ഇഞ്ചുമാണ്. ഇനി വേസ്റ്റ് റൗണ്ട് വരുന്നത് 5 ഇഞ്ചും കൂടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി ഹിപ്പ് സൈസ് വരുന്നത് 6 ഇഞ്ച് കൂടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. താഴ്ഭാഗത്തെ വിടുത്ത് വരുന്നത് 6 ഇഞ്ച് കൂടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് ആം ഹോൾ കർവ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിൻ്റെ വിടുത്ത് വരുന്നത് 2.5 ഇഞ്ച്. ഫ്രണ്ട് നെക്ക് വരുന്നത് 3 ഇഞ്ചും ബാക്ക് നെക്ക് വരുന്നത് 2.5 ഇഞ്ചുമാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ നമുക്ക് 2.5 ഇഞ്ചിലൊരു ഓപ്പണിംഗ് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ 3 സൈഡ് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് പീസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ പീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ഒപ്പത്തിനൊപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത 2.5 ഇഞ്ച് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഒരു മാർക്കിംഗ് കൂടി കൊടുത്തിട്ട് അവിടം വരെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ശേഷം നമുക്ക് 2 സൈഡിലും ഇതുപോലെ പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ 2 സൈഡിലായിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് താഴ്ഭാഗം വരെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പീസിൽ സ്റ്റിച്ചിൽ കൊള്ളാതെ നമുക്ക് കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെച്ച പീസിനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. ഇനി നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഹുക്ക് വെച്ച് കൊടുക്കാം. അടുത്തത് ഷോൾഡർ ജോയിൻ ചെയ്യാം. ബാക്ക് പീസ് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 2 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഒരു 1/2 ഇഞ്ച് കൂടുതൽ വിട്ടിട്ട് വേണം എടുക്കാനായിട്ട്, സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നെക്കിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടില്ലേ, ആ ഭാഗം ആദ്യം തന്നെ ഒന്ന് മടക്കാം. അതിനുശേഷം താഴേക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നെക്കിന് ചുറ്റും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗവും നമുക്ക് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. വീതി വരുന്നത് 7 ഇഞ്ചാണ്. ടോപ്പിനെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. മേൽഭാഗത്ത് ഒരു 2 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുള്ളത് പഫിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 സ്ലീവും കട്ട് ചെയ്തെടുക്കാം. ഇനി നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് 2 ഇഞ്ച് നമ്മൾ പഫിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. കൂടെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഹിപ്പ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇനി നമുക്ക് താഴേന്ന് മടക്കി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1.25 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ 2ആക്കി മടക്കാം. എന്നിട്ട് താഴേന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഹിപ്പിൻ്റെ ആ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടി മേലേക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സൂചി കുത്തി നിർത്താം. ഇനി ഫൂട്ട് പൊന്തിച്ചിട്ട് നമുക്ക് തുണിയൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടേൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മടക്കി കൊടുക്കാം. 2ആക്കി മടക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സൈഡിലേക്ക് വരാം. എന്നിട്ട് പിന്നെയും സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ച് നമുക്ക് തുണി ഒന്നും കൂടി ടേൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 2ആക്കി മടക്കി വെച്ചിട്ട് താഴ്ഭാഗം വരെ നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരികിലൂടെയും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാനുണ്ട്.
വി സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി താഴ്ഭാഗത്ത് അര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.